ദിലീപിന്റെ സഹോദരന്റെ ഉടമസ്ഥയിൽ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് കുറെ രേഖകൾ കണ്ടെടുക്കുന്നു. ആ റെയ്ഡിന് കാരണമായി പറഞ്ഞിരുന്നത് നടി ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ അവിടെയുള്ള വിശ്വസനീയമായ വിവരം കിട്ടിയിട്ടുണ്ട്, റെയ്ഡിന് ഇത് വേണമെന്ന് പറഞ്ഞ് വാറന്റ് വാങ്ങിക്കൊണ്ടുപോയാണ് റെയ്ഡ് നടത്തുന്നത്. അവിടെ തന്നെ 2017 മറ്റൊരു അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയതായിരുന്നു. അന്ന് കിട്ടാത്ത രേഖയല്ല ഇത്, അന്ന് അവരെടുക്കാതിരുന്ന ഒരു രേഖ എടുത്തുകൊണ്ട് വരികയാണ്. അതിൽ കാണിക്കുന്നത് സുനിൽ കുമാർ ഗുണ്ട 650 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് പൾസോസ്വനിയാണ്, കിട്ടി തെളിവ് എന്ന് പറഞ്ഞ് പോലീസ് വരികയാണ്. അത് കോടതി വരെ, അത് ഒരു പരിശോധനയില്ല, കോടതി വരെ എത്തിച്ചു എന്നുള്ളതാണ്. കോടതി ചോദിക്കുക. അപ്പൊ അവിടെ വെച്ച് പ്രതിഭാഗമാണ് എടുത്ത് കാണിക്കുന്നത്. അതിനപ്പുറത്തും ഇപ്പുറത്തും അതൊരു വൗച്ചറാണ്, ഒരു സീരീസിലുള്ള വൗച്ചറാണ്. ആ സീരീസിൽ ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മറ്റ് രേഖകൾ എടുത്തിട്ട് ഇവർ ഹാജരാക്കുമ്പോൾ അതിലുണ്ട് ഇത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുള്ള റെമ്യൂണറേഷൻ ആണ്. അവിടെ കൈനഗരിയിൽ ഈ സിനിമയിൽ ഗുണ്ടകളായി അഭിനയിച്ചവർക്കുള്ള റെമ്യൂണറേഷൻ ആണ്. ഒരു സുനിൽകുമാർ ഗുണ്ടയെ അഭിനയിച്ച സുനിൽകുമാറിനുള്ള റെമ്യൂണറേഷൻ 650 രൂപ. മറ്റു പലർക്കും ഇതുപോലെ റെമ്യൂണറേഷൻ കൊടുത്തതിന്റെ കണക്കവിടെ പറയുന്നുണ്ട്. വൗച്ചർ നമ്പർ 57 ആണ് ഈ സുനിൽകുമാർ ഗുണ്ട എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ആ ഭാഗം ഞാൻ ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് ഓൾസോ അഡ്മിറ്റഡ് ബൈ PW 261, അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലീസ്, ദാറ്റ് വൗച്ചർ നമ്പർ 57 ഹാസ് ബീൻ സെലക്ടഡ് ഫ്രം എ ബഞ്ച് ഓഫ് വൗച്ചേഴ്സ്. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി സെലക്ടഡ് ദിസ് വൗച്ചർ ഫോർ ദ സോൾ റീസൺ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് എ നെയിം സുനിൽ കുമാർ. സുനിൽ കുമാർ എന്നൊരു പേര് കണ്ടതുകൊണ്ട് മാത്രമാണ് അത് എടുത്തത്, മറ്റൊന്നും നോക്കിയില്ല എന്ന് അന്വേഷണത്തിന് അവിടെ സമ്മതിക്കുകയാണ്. ദ ലേണർ ഡിഫൻസ് കൗൺസിൽ ഹാഡ് ഡ്രോൺ ഹിസ് അറ്റൻഷൻ ടു വൗച്ചർ നമ്പർ 56 and 59 ഡേറ്റഡ് 25/1/2013. അതേ ഡേറ്റ് തന്നെ. വൗച്ചർ നമ്പർ 56 ഈസ് ഫോർ ജൂനിയർ ആർട്ടിസ്റ്റ് ബിനീഷ് ഗുണ്ട സെറ്റപ്പ് 1 ഫോർ കൈനഗരി വീട് 1500 രൂപ. വൗച്ചർ നമ്പർ 59 ഈസ് ഫോർ ജൂനിയർ ആർട്ടിസ്റ്റ് ഗുണ്ടാസ് 4 നമ്പേഴ്സ് പ്ലസ് ചിൽഡ്രൻ 3000 രൂപ. ഇങ്ങനെയാണ്. അപ്പൊ ആ സ്ഥലത്ത് തന്നെയുള്ള ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെലവാക്കിയ ഓരോരുത്തർ കൊടുത്ത കാശിന്റെ കണക്കാണ്. അപ്പൊ പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കേസിൽ ചേർത്തു. അത് മാധ്യമങ്ങൾക്കും കൊടുത്ത് സുനിൽകുമാറിന് പണം കൊടുത്തതിന്റെ രേഖ ദിലീപിന്റെ സഹോദരന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാണ് പിന്നീട് വാർത്ത പ്രചരിപ്പിക്കുന്നത്. കോടതിയോട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിക്കുന്നുണ്ട്. Yet another question is put to him that the stunt scene of this film was at Kainagari house. And അവിടെ സ്റ്റണ്ട് സീൻ എവിടെയാണ് എടുത്തത് അറിയില്ലെന്ന് ചോദിക്കും. ആൻഡ് ഹിസ് റിപ്ലൈ thereupon was that he did not inquire about it. So many vouchers were brought to the notice of PW 261. അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണിച്ചു പല വൗച്ചറുകൾ. He admitted that he did not conduct any investigation about these vouchers. ഒരു അന്വേഷണം അതിനെക്കുറിച്ചൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് കോടതി പറയുന്നത്, this shows the shameless attempt on the part of PW 261.